സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. സുബ്രഹ്മണി, അരുണിന്റെ അവസാനം കണ്ട ലൊക്കേഷൻ ഗ്രീൻ ഹൗസിംഗ് കോംപ്ലക്സിന്റെ അടുത്താണ്. ഓവർ. സുബ്രഹ്മണി, പ്ലീസ് റെസ്പോണ്ട്. ഓവർ. സുബ്രഹ്മണി. ഹലോ ഹലോ. താനത് എവിടെ പോയി കിടക്കുവാണ്? അല്ല സാർ, കിടക്കല്ല, തന്റെ ലൈസൻസ് ഇവിടെ ഉണ്ട് സാർ. പിന്നെ എന്താണോ റെസ്പോണ്ട് ചെയ്യാത്തത്? അല്ല സാർ, അത് ആ അരുൺ ജോസഫിന്റെ ഗ്രീൻ ഹൗസിംഗ് കോംപ്ലക്സിന്റെ അടുത്ത് കണ്ടവരുണ്ട്. അങ്ങോട്ട് പോയി നോക്കണം. വേറെ 2 യൂണിറ്റും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ സാർ, ഞാൻ എന്താ എത്തി. മാരെക്കൊണ്ട് 2 മണി മഴയത്ത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഇവിടെ ഇങ്ങ് ആരും കാണാനില്ലല്ലോ. ഓ, മഴ തുറന്നോടെ എന്നെ ഭാഗ്യം. താനാണോ അവിടുത്തെ സെക്യൂരിറ്റി? അതെ സാർ, CIB ഓഫീസിൽ നിന്നാണ്. ആ പറയൂ സാർ. സെക്യൂരിറ്റി എന്തോടെ കറങ്ങി കിടക്കുന്നത്? കറങ്ങിയല്ല സാർ, ഇളകിയാണ് പോയത്. എന്തോന്ന്? അല്ല, ഇന്നിതുവരെ രാവിലെ തൊട്ട് 7ാമത്തെ തവണയാണ് സാർ പോകുന്നത്. വെറും വെള്ളമായിട്ടാണ് സാറേ. എന്ത് വൃത്തിയായിട്ട് മനുഷ്യനോടൊപ്പം പോയില്ലെങ്കിലല്ലേ സാർ കിട്ടി. മതി മതി. ഇവിടെ ആരും വന്നോ? ആ, കുറേ പേര് വന്നു സാർ. അതല്ലോ, പരിചയമില്ലാത്ത ആരും വന്നോ? ഇല്ല സാർ. ഇല്ലയെന്ന് വെച്ചാൽ കക്കൂസിലിങ്ങനെ തനിക്ക് എങ്ങനെ അവിടെ അറിയാം പരിചയമില്ലാത്ത ആരും വന്നോന്ന്? CCTV മോണിറ്റർ കക്കൂസിലാണോ? ഞാൻ അതാ ഇപ്പം പോയതേ ഉള്ളൂ സാർ. 1 മിനിറ്റ് ആവുന്നതേ ഉള്ളൂ. പിന്നെ വെള്ളമായിട്ട് പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. മാത്രമല്ല, രാവിലത്തെ കാറ്റിലും മഴയിലും CCTV കണക്ഷൻ എല്ലാം പോയി സാർ. ടെസ്റ്റ് ശ്രദ്ധിച്ചിരിക്കും. പരിചയമില്ലാത്ത ആരിലും വന്ന് രജിസ്റ്റർ നോട്ട് ചെയ്യണം. ഓ, രജിസ്റ്റർ ഉണ്ടാവോ? ഉണ്ട് സാർ. ശരി. സാർ, ഇവിടെയെല്ലാം ഓക്കെയാണ്. ഓവർ. സാറേ, സാറേ, ഓടി വാ സാറേ. സാറേ, ഏയ് അനങ്ങരുത്. ഷബീർ, Don't move. സാർ, ഞാൻ എന്ത് Don't move. ഞാൻ എന്ത് ചെയ്തു സാർ? ഞാൻ പറയുന്നത് സാർ, ഞാനല്ല സാർ. സാർ, ഒന്ന് വിശ്വസിക്കണം. ഞാനല്ല സാർ. അനങ്ങരുത്. സാറേ, ഞാനല്ല. അനങ്ങാതെ നിൽക്കാൻ. പറയുന്നു ഞാൻ പറഞ്ഞു സാറെങ്കിലും വിശ്വസിച്ചു. Christopher, CM. Sir. My nephew, he's in trouble. He's booked for double murder, പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. I know you are under suspension, but I want you in this case. Keep the investigation on low profile and strictly no media interference. ഫോഴ്സിൻ്റെ അടുത്ത് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഡിസ്ക്രീറ്റ് ആക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. And yes, by the time you're done with this case, your suspension will be revoked, irrespective of what the outcome may be.
മോർണിംഗ് സാർ. ഡി ജി പി സാർ വിളിച്ചിരുന്നു. സാർ വരുമെന്ന് പറഞ്ഞു. സാർ ഞാൻ അവിടുത്തെ ഇൻചാർജ്. എല്ലാം ഓക്കെയാണ്. ബോഡി ഇതാ ഇപ്പോൾ കൊണ്ടുപോയതേ ഉള്ളൂ. സാറ് തിരിച്ച് ജോയിൻ ചെയ്തോ? ജോയിൻ ചെയ്യാൻ എന്താ ലീവിലായിരുന്ന? അല്ല, സസ്പെൻഷൻ. ആ ബെസ്റ്റ് ഒരു ഡ്യൂട്ടിയിലുള്ളമാരെ കൊണ്ട് പറ്റാനുള്ള അപ്പോഴാണ് ഒരു സസ്പെൻഷൻ എടുത്തത്. അതെ, അതുകൊണ്ടാണല്ലോ CM പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയത്. നീ ഒന്നും മിണ്ടാതിരുന്നേ. Brief me on the case details. സാർ, ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണ്. ഈ കൊല ചെയ്തു എന്ന് പറയുന്ന ഡോക്ടർ അരുൺ ജോസഫ്. പുള്ളി കാനഡയിലെ ഒരു ക്ലിനിക്കൽ ഫാർമസ്യൂട്ടിക്കൽ സയൻറ്റിസ്റ്റാണ്. അത്യാവശ്യം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ. ഇവിടെ ഒരു മെഡിക്കൽ സബ്മിറ്റിന് വന്നതാണ്. ഇതിപ്പോൾ ഒരു ഡബിൾ മർഡർ കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് പുള്ളിയുടെ ഭാര്യ സ്റ്റെല്ല അരുൺ, പിന്നത്തേത് ഈ ലോയർ ദീപൻ കുമാർ. Cause of death. ഹെഡ് ഇഞ്ചുറി ആണ് സാർ. തലചെന്ന ടേബിളിലടിച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ആർക്കെന്തൊരു സംശയം പോലെ ഈ ടേബിളിലടിച്ചാണ് വീണിരിക്കുന്നത്. രക്തക്കറയുണ്ട് ടേബിളിൽ. പക്ഷേ ആ ടേബിളിൽ നിന്ന് ഈ ബോഡിയിലേക്ക് there is no blood trails. ഞാൻ കാണാത്ത എന്ത് ഇയാളെ നോക്കുന്നത്? ഇതിപ്പോൾ ഇടുന്നു സാർ. ഇതാ ലാബിലേക്ക് അയക്കും. ഓക്കെ സാർ. അതെ, നിൽക്കും. സാറിത് കണ്ടില്ലായിരുന്നു അല്ലേ? ഇതാ ലാബിലേക്ക് അയക്കും. ഓ അതൊക്കെ കൊണ്ട് ഈ ബേസ്മെന്റ് എംറ്റി ആയിരുന്നോ? കാലിയിരുന്നു സാർ. Just check all the basements. സാർ, സാറേ, ഇതിലെന്തോ കത്തിച്ചോ മറ്റോട്ടിരിക്കുന്നു. ഡോക്യുമെന്റ്സോ മറ്റോ എന്തോ ആണ്. ഡോക്യുമെൻറ്റ്സ് മാത്രമല്ല സാർ, ഇതെന്തോ കത്തിച്ചിട്ടിരിക്കും. ഡോക്യുമെൻറ്റ്സോ ഫോട്ടോസോ? ഇതാ ഫോറൻസിക് ലാബിലേക്ക് അയക്കും. ഓക്കെ സാർ. പിന്നെ പോലീസ് ചീഫ് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. സാർ, എനിക്കറിയില്ല എന്തിനാ വിളിച്ചേക്കുന്നത്. ബട്ട് യു ഓൾസോ ജോയിൻ. ഷുവർ സാർ. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. കോഫി? വേണ്ട സർ, ഞങ്ങൾ കുടിച്ചു. ഓക്കെ. സോ അരുൺ ജോസഫിൻ്റെ കേസിൻ്റെ പ്രോഗ്രസ് ഏതുവരെ? സർ, കേസൊന്നും തുടങ്ങിയല്ലേ ഉള്ളൂ. ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് ടൈം. പ്ലസ് ഐ എം സ്റ്റിൽ ഓൺ സസ്പെൻഷൻ. അപ്പോൾ ആക്സസ് ടു ദ റിസോഴ്സസ് വിൽ ബി. That is why Subramanian is tagged to you. So you'll have no issues with the access. എടോ, തന്നെ ഈ കേസ് അസൈൻ ചെയ്യാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ദിസ് കേസ് ഹാസ് ടു ബി ക്ലോസ്ഡ് വിത്തിൻ 3 days. രണ്ടാമത്തെ കാര്യം, ഈ ഡോക്ടർ അരുൺ CM വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. മാത്രമല്ല, അയാൾ നിരപരാധിയാണെന്നാണ് CM വിശ്വസിക്കുന്നത്. അപ്പോൾ ശരിക്കുള്ള റീസൺ ഇറ്റ്സ് എ സെക്കൻഡ് വൺ. ഇതിനി മീഡിയക്കാരെ ഏറ്റെടുത്ത് ഇല്ലാത്ത ട്വിസ്റ്റുകൾ ഉണ്ടാക്കുന്നതിന് മുന്നേ യു ഹാവ് ടു സോൾവ് ദിസ് കേസ്. സർ, ഇറ്റ്സ് എ കേസ് ഓഫ് ഡബിൾ മർഡർ. 3 ദിവസം എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈലി ഇമ്പോസിബിൾ. Yes, it is. That's why you അപ്പോൾ ഇയാൾക്കുള്ള പണിയായിരുന്നു. സർ, CM വേണ്ടപ്പെട്ട ആൾ എന്നുള്ളത് സെക്കൻഡറി. ഹീസ് എ കനേഡിയൻ സിറ്റിസൺ ആൻഡ് വെൽ കണക്റ്റഡ്. ആഫ്റ്റർ ഓൾ, ഹീസ് ജസ്റ്റ് എ സസ്പെക്ട്. സർ, എ പ്രൈം സസ്പെക്ട്. ഈ വീക്കെൻഡ് മുതൽ നമുക്ക് അയാളെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ അങ്ങ് വിട്ടേക്കാം സർ. അല്ലാതെ പിന്നെ ഞാനെന്ത് പറയാൻ? CM വേണ്ടപ്പെട്ട ആൾ, കനേഡിയൻ സിറ്റിസൺ, വെൽ കണക്റ്റഡ്. സി ക്രിസ്റ്റഫർ, 3 ദിവസം. ഈ 3 ദിവസത്തിനുള്ളിൽ ഈ കേസ് തെളിയിച്ചിരിക്കണം. യെസ്. ഇല്ല, ഞാൻ അല്ല ഒരാഴ്ച സാർ, 3 ലീവിലാണ്. ദിവസം എന്ന് പറയുമ്പോൾ അതെ. ആ, പോയി ചോദിച്ചിട്ട് വാ. ഞാൻ പുറത്ത് കാണും. ഇല്ല, ഫയൽസ് എന്തെങ്കിലും ഉണ്ട്. അല്ല, വേണ്ട. തിരിച്ചു വന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം.
ഡോക്ടർ അരുൺ ജോസഫ്, ദ ഫേമസ് ഫാർമസ്യൂട്ടിക്കൽ സയൻറ്റിസ്റ്റ്. പോലീസിനെ വെട്ടിച്ച് ഓടുമ്പോൾ ഇതൊക്കെ സ്വാഭാവികം ഡോക്ടർ. ഐ എം ക്രിസ്റ്റഫർ നിക്ലസ് ആൻഡ് യുവർ കേസ് ഇസ് അസൈൻഡ് ടു മീ. എനിക്കെൻ്റെ ഭാര്യയെ കാണണം. നമുക്ക് ക്ലീശ ഡയലോഗ്സ് അങ്ങ് ഒഴിവാക്കാം ഡോക്ടർ. എനിക്കൊന്നും അറിയില്ല, ഞാൻ നിരപരാധിയാണ്, CM is my go-to guy, etc., etc. So tell me now, what exactly happened? ഇന്നലെ ഐ വാസ് അറ്റൻഡിങ് എ സമ്മിറ്റ് ഇൻ ഷെറാട്ടൺ. എൻ്റെ ഈ പുതിയ വാക്സിനും ഈ വൈറസിൻ്റെ വകഭേദങ്ങളിൽ നിന്നും ഹൗ ക്യാൻ പീപ്പിൾ റെസിസ്റ്റ് ഇറ്റ്, അതായിരുന്നു ഡിസ്കഷൻ ടോപ്പിക്. ഞാനവിടെ ഒരു 7:30 മുതലുണ്ടായിരുന്നു. Go on. ഇതിലേക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. പ്രോബ്ലി ദ ജെറ്റ് ലാഗ്. അപ്പോൾ അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞത് ദാറ്റ് ഷീ വിൽ സ്റ്റേ ബാക്ക് ആൻഡ് ആസ്ക് മീ ടു പ്രൊസീഡ് ഫോർ ദ സബ്മിറ്റ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർമ കമ്പനിയുടെ CEO ആയ സ്റ്റെല്ല അരുൺ was so tired that she didn't want to attend the summit that she had organized? സർ, ഷീ ഹാഡ് കാർഡിയാക് അറിത്മിയ. കുറച്ച് മാസങ്ങളായി അവൾ ഈ വാക്സിൻ റിലീസ് ചെയ്യാനുള്ള അപ്രൂവലിൻ്റെ പുറകിലായിരുന്നു. ഷി വാസ് ക്വൈറ്റ് സ്ട്രെസ്ഡ്. ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞതാണ് സർ, ഇങ്ങനെ സ്ട്രെസ് എടുക്കരുതെന്ന്. അതുകൊണ്ടാണ് സർ ഞാൻ ആ സബ്മിറ്റ് കഴിയാൻ നിൽക്കാതെ നേരത്തെ വീട്ടിൽ വന്നത്. Now, children aged between 6 and 17 have started taking part Stella? in trials for the Oxford AstraZeneca vaccine. Some 300 children are taking part in the Stella? entire study to find out if the vaccine Uh-huh. is safe and effective താൻ കിടന്നോ? for people. Currently, it's only authorized The summit was for good. over 18. From Oxford, നമ്മുടെ വാക്സിൻ 2 കമ്പനീസ് ഇൻട്രസ്റ്റഡ് ആണ്. We are meeting them in Venice next week. with a difference, an Uh-huh. unusual break from എന്തോരൊന്നും മിണ്ടാത്തെ? So Tilda, we know that after people have their vaccination, Stella? they can get some red. Tilda is 16 and didn't hesitate. അപ്പോൾ അതിനുശേഷം നിങ്ങൾ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, നിങ്ങളെ ചോദ്യം ചെയ്തു. സ്റ്റേഷനിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി. എന്തിനോടി? സാർ, അവരത് ഞാനാണ് കുറ്റവാളി എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പേടിച്ചു പോയി സാർ. കാറ്റുപോയ ലക്ഷണമാണല്ലോ. ഇനി ആരെങ്കിലും തല്ലിക്കൊന്നതായിരിക്കണം. അതിന് വല്ല എലിവേഷം അടിച്ച് തള്ള ഫ്യൂസായതോ? മുടി തള്ള നിങ്ങളുണ്ടല്ലോ. നീ എൻ്റെ ശവത്തിന് കാവലിൽ കാണോ? സാർ ഇവിടെ ഒരു മുടി. നീ വന്നേ, അതൊക്കെ ഫോറൻസിക്ക് നോക്കും. എന്നാ ശരി. മതി കരഞ്ഞത്. എല്ലാം കൂടി ഇപ്പം കരഞ്ഞു തീർത്താലേ ജയിലിൽ കിടന്ന് കരയാൻ ബാക്കി ഉണ്ടാവില്ല കണ്ണീര്. ബാ പോവാ, എഴുന്നേക്ക്. പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളും അങ്ങോട്ട് തന്നെയല്ലേ. നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും മാറാതെ ഞങ്ങളുണ്ടാവും. ഞാനാണ് നിങ്ങളിത് വിളിച്ച് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളാണ് വിളിച്ചെന്ന് കരുതി നിങ്ങളെല്ലാവരെ കൊന്നുണ്ടോ? ഇപ്പം നടക്കുന്ന വെച്ച് നോക്കുമ്പോൾ ആരെയും ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്നെ സംശയിക്കുവാണോ? കേസ് തീരുന്നവരെ എല്ലാവരും സസ്പെക്റ്റാണ്, നിങ്ങൾ ഉൾപ്പെടെ. എഴുന്നേക്ക് ഡോക്ടർ സാർ. എനിക്കൊരു ലോയറോട് സംസാരിക്കണം. അതൊക്കെ അങ്ങ് കാനഡയിൽ. സാർ ഇപ്പം എന്നിട്ടെ കേട്ടിട്ടില്ലേ? അണ്ടിൽ പ്രൊവൈഡഡ് ഇന്നസെന്റ് ഗിൽറ്റി. അതങ്ങനെയല്ലല്ലോ. ഗിൽറ്റി അണ്ടിൽ പ്രൂവൺ ഇന്നസെന്റ്. തന്നെ. താൻ ഇതുവരെ എണീറ്റില്ലേ? എണീക്കടോ. Can I use the washroom?
എന്തോന്ന്? ടോയ്ലറ്റ്. ആ ഓക്കെ, പെട്ടെന്ന് വേണം. എങ്ങനെയുണ്ട് സാറേ എൻ്റെ പെർഫോമൻസ്? കുറച്ച് ഓവറല്ലേ? ആ കനേഡിയൻ സിറ്റിസണാണ്, പോരാതെ തന്നെ ഡിപ്ലോമാറ്റ് സ്റ്റാറ്റസുള്ള ഡോക്ടറും. വെറുതെ പണി വാങ്ങിച്ചു കൂട്ടണ്ട. അല്ലെങ്കിൽ ഈ കാലത്ത് ഉപകാരം ചെയ്താലും. സാർ, അവിടെ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് അന്വേഷിക്കാതെ അവരെന്നെ പ്രതികൂട്ട് നിർത്തുമായിരുന്നു. ആ സമയത്ത് പ്രഷറിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് വലിയ തെറ്റായിപ്പോയി ഡോക്ടർ അരുൺ. ഇനി പേടിച്ചിറങ്ങി ഓടിയെന്ന് തന്നെ വെച്ചോളൂ. അപ്പോഴും ഡോക്ടർ എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തന്നേ പറ്റുള്ളൂ. ദീപൻ എന്തിനു കൊന്നു? സാർ, ഞാൻ കൊന്നിട്ടില്ല. ഈ ദീപൻ ആരാണെന്ന് കൂടെ എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് പേടിച്ചിറങ്ങി ഓടുന്നതിനിടയിൽ അവിടെ ആ പുതിയ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വീണു. ആ വീഴ്ചയിൽ അത്യാവശ്യം നല്ല മുറിവും പറ്റിയിരുന്നു. Excuse me, ma'am. Can you please help? I'm sorry. ഞാൻ വരുന്ന വഴിയിൽ ഒരു ആക്സിഡൻറ്റിൽ പെട്ടുപോയി. നല്ലോണം മുറിഞ്ഞിട്ടുണ്ട്. മുറിവിന് ആശുപത്രി വേണം പോകാൻ. പ്ലീസ് മാം, എൻ്റെ പേര് അരുൺ ജോസഫ്. ഐ എം എ സയൻറ്റിസ്റ്റ്. എൻ്റെ മൊബൈൽ ആക്സിഡൻറ്റിൽ പൊട്ടിപ്പോയി. പ്ലീസ് മാം, ഒരേ ഒരു കോൾ. ഐ കോൾ ഫോർ ഹെൽപ്പ് പ്ലീസ്. Okay, just one call. നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി, ഞാൻ പോയി ഫോൺ എടുത്തിട്ട് വരാം. ആരെയാന്ന് വെച്ചാൽ പെട്ടെന്ന് വേണം. Thank you. Welcome to the live news. In breaking news, the wife of Arun Joseph, founder of One Vaccine, has been murdered, and the prime suspect is none other than Arun Joseph. As we speak, the police is on the hunt to track him down. Drones have been deployed and the last ഞാൻ പറയുന്നത് ഒന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. മാം, ഞാൻ ഈ വീട്ടിലൊരു Give me ഹെൽപ്പ് the phone. പ്രതീക്ഷിച്ച്. I said just give me the phone. ഞാനൊന്ന് പറയുന്നത് Just വിശ്വസിച്ചു. leave. എനിക്ക് പ്ലീസ് ട്രസ്റ്റ് മീ. Okay, I trust you. So just like that, she started trusting you. But why? സാർ, ആ സമയത്ത് ഞാൻ വല്ലാതെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അവരെന്നെ ശരിക്കും പെടുത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഷീ സീംഡ് ജെന്യുവൻലി കോപ്പറേറ്റിംഗ്. അതുമാത്രമല്ല, ഞാൻ അന്ന് ആ വീട്ടിൽ കയറിയത് മുതൽ എനിക്കെന്തോ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ആണ് ഉണ്ടായത്. എന്തോ ശരിയല്ലാതെ പോലെ. Like? അവിടെ ആ കോഫി ടേബിൾ ആകെ മെസ്റ്റപ്പായിരുന്നു. അതൊക്കെ ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിൽ ഒരു പിടിവലി നടന്ന പോലെ ഉണ്ടായിരുന്നു. അവരുടെ കഴുത്തിൽ ഒരു പാട് ഞാൻ ശ്രദ്ധിച്ചു. അതുമാത്രമല്ല, അവർ ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം ആരും അങ്ങോട്ട് പോകരുതെന്നുദ്ദേശിച്ച് ഡോറ് നന്നായി അടച്ചിരുന്നു. എനിക്കെന്തോ മൊത്തത്തിൽ അവരെന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് അവർ അവരുടെ ഭർത്താവിനെ കൊന്നിട്ട് അവിടെ ആ ബെഡ്റൂമിൽ ഒളിപ്പിച്ചു എന്നാണ്? എക്സാക്ട്ലി സാർ. അത് അവരുടെ മുഖത്ത് യാദൃശ്ചികമായി, തികച്ചും യാദൃശ്ചികമായി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊന്നിട്ട് ഓടിക്കയറിയ വേറൊരു ക്രൈം സീനിലേക്ക്, അതും ഭർത്താവിനെ കൊന്നിട്ട് നിൽക്കുന്ന ഭാര്യയുടെ മുന്നിലേക്ക്. നോട്ട് ബാഡ് ഡോക്ടർ, നോട്ട് ബാഡ് അറ്റ് ഓൾ. സാർ, ഞാൻ സത്യമായിട്ട് ഒരു കാര്യം സമ്മതിക്കണം ഡോക്ടർ,
നിങ്ങൾ നന്നായി കഥ പറയാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. സർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. സർ, ശ്രേയ വന്നിട്ടുണ്ട്. ഓക്കെ, ഡോക്ടർ എന്ന് പറയുന്നു. ഇയാൾ ഓരോ കഥകളാണ് പറയുന്നത്. ഒരു നടക്കി പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. സാർ, പിന്നെ ചെക്ക് ചെയ്തപ്പോൾ ഈ ഡോക്ടറുടെ പേരിൽ ഒരു കേസ് കൂടിയുണ്ട്. വാട്ട് ഇസ് ഇറ്റ്? ഈ അരുൺ ജോസഫ് ഫോമുലേറ്റ് ചെയ്ത ഒരു സെറമുണ്ട്. അത് C70 ഡാമേജ് ആയ ഒരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തു. വിത്തിൻ 24 hours ഷീ പാസ്ഡ് അവേ. അവരുടെ ഹസ്ബൻഡ് ഈ ഡോക്ടറിനും ഹോസ്പിറ്റലിൽ ചെയ്തിട്ട് ഒരു കേസ് കൊടുത്തിരുന്നു. വേണ്ടത്ര എവിഡൻസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് പിന്നെ മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഇങ്ങനെ തേച്ച് മാച്ച് കളഞ്ഞു എന്ന് വേണം പറയാൻ. വലിയ വലിയ ആൾക്കാരല്ല സാർ. ഫോർ സം റീസൺ ഇയാളുടെ ഇന്നസെൻസ് ആക്ട് ഇറ്റ്സ് നോട്ട് കൺവിൻസിങ് മീ. നീ ഒരു കാര്യം ചെയ്യ്, ആ പെണ്ണിൻ്റെ ഭർത്താവിനോട് എന്നെ വന്ന് കാണാൻ പറ. ശരി സാർ. ഹായ്, ഐ എം ക്രിസ്റ്റഫർ നിക്ലസ്. ഹായ്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇവിടെ വിളിച്ചു വരുത്തേണ്ടി വന്നാൽ ഐ എം റിയലി സോറി. വാട്ട് വിൽ യു ഹാവ്? സം ടീ, കോഫി, വാട്ടർ? എനിക്ക് ദീപനെ ഒന്ന് കാണാൻ പറ്റുമോ? I'm sorry, that's not possible. Not before the post-mortem procedures are concluded. പ്ലീസ് ആസ്ക് മീ വാട്ട് യു വാണ്ട് ടു നോ. ഞാൻ എല്ലാം പറയാം. എൻ്റെ ദീപനെ കൊന്നവൻ ശിക്ഷിക്കപ്പെടണം. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഈ അരുൺ ദീപനെ കൊല്ലാനുള്ള കാര്യം? ബിക്കോസ് ക്വൈറ്റ് ഫ്രാങ്ക്ലി ഐ ഡോണ്ട് സീ എ മോട്ടീവ് ഹിയർ. ദീപൻ എന്നെ രക്ഷിക്കാൻ നോക്കുമായിരുന്നു. ദാറ്റ്സ് സ്റ്റിൽ നോട്ട് എ മോട്ടീവ്. നിങ്ങൾക്ക് ഉറപ്പാണോ ഈ അരുൺ ആൻഡ് ദീപൻ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല എന്നുള്ളത്? ഇല്ല സർ, ഞാൻ ആദ്യമായിട്ടാണ് ഇയാളെ കാണുന്നത്. ദീപനും ഞാനും പരസ്പരം എല്ലാം ഷെയർ ചെയ്യായിരുന്നു. അരുൺ എന്നൊരു വ്യക്തിയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല, അതും അറിയപ്പെടുന്ന ഒരാൾ. ഇന്നലെ നടന്ന സംഭവം ക്യാൻ യു ടേക്ക് മീ ത്രൂ? ദീപം മിക്കപ്പോഴും ഓഫീസിൽ നിന്ന് വളരെ വൈകിയാണ് വരാറ്. ഞാൻ വീട്ടിലൊറ്റയ്ക്കായിരുന്നു. ഒച്ച വെക്കരുത്. ഇവിടെ ആരൊക്കെയുണ്ട്? ആരാ നിങ്ങൾ? ഇവിടെ ആരൊക്കെയുണ്ടെന്ന്? ആരാ നിങ്ങൾ? ഇപ്പം ഇറങ്ങണം ഇവിടുന്ന്, ഇല്ലെങ്കിൽ. അപ്പൊ ഇവിടെ നീ അല്ലാതെ വേറെ ആരും ഇല്ല. Give me your phone. Give me. Move. I said move. Sit. Welcome to the live news. In breaking news, the wife of Arun Joseph, founder of One Vaccine, has been murdered, and the prime suspect is none other than Arun Joseph. നിങ്ങളുടെ ഭാര്യ? As we speak, the police is on the hunt to track him down. Drones have been deployed at the last known location and surrounding areas. എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടുമോ? ഷോ. ഷമീർ, ഇവർക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാം. സാർ, ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് കാണാൻ വന്നിട്ടുണ്ട്. ഓക്കെ. ബൈ ദ വേ, നിങ്ങളുടെ കൂടെ വന്നതാര്? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ കാറിൽ കൂടെ ഉണ്ടായിരുന്നത്? അത് ഞങ്ങളുടെ ഡേബറാണ്, എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. ഓ, ഓക്കെ. നിങ്ങൾക്ക് തിരക്കില്ലല്ലോ അല്ലേ? നോ. ഓക്കെ, ജസ്റ്റ് ഗിവ് മീ ഫ്യൂ മിനിറ്റ്സ്. സാർ, ആ ഫയൽ നോക്കിയപ്പോൾ ആ കോൺസുലേറ്റിൽ കൂടി ഒപ്പിട്ടിട്ടുണ്ട്. ഹായ്, ഐ എം ക്രിസ്റ്റഫർ. എനിക്കറിയാം താങ്കളെ. ക്രിസ്റ്റഫർ മൈക്കിൾ ആഞ്ചലോ നിക്കോളാസ്, CM സ്പെഷ്യൽ ഡിവിഷൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. ഓർമ്മയുണ്ടോയെന്നറിയില്ല, 2023 ഓഗസ്റ്റ് 18 ഞാൻ താങ്കളെ വിളിച്ചിരുന്നു. യെസ്, ഐ റിമെമ്പർ. അന്ന് വന്ന് കാണാനേ ശ്രമിച്ചിരുന്നു. ബട്ട് ബൈ ദാറ്റ് ടൈം യു ഗോട്ട് സസ്പെൻഡഡ്. ലക്ഷ്മി, എൻ്റെ ഭാര്യ, അവളുടെ കേസ് അന്വേഷിച്ചിരുന്നത് ആ അസീം അഹമ്മദ്. ആൻഡ് ഹി വാസ് സ്പോട്ട് ബൈ ദാറ്റ് ബാസ്റ്റഡ് അരുൺ.
ന്യൂസ് കണ്ടു. ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചതാ. പക്ഷേ ഇത്തവണയും അവൻ ഇതിൽ നിന്നെല്ലാം ഊരിപ്പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ആഫ്റ്റർ സീയിങ് യു ഇൻ ദിസ് കേസ് ഐ എം കോൺഫിഡൻറ്റ്. കം ഓൺ, ആസ്ക് മീ വാട്ട് യു വാണ്ട് ടു നോ. എനിക്ക് നിങ്ങളുടെ കേസ് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? FIR ഞാൻ വായിച്ചതാണ്, ബട്ട് ഐ വോണ്ട് ടു നോ യുവർ വേർഷൻ ഓഫ് ദ സ്റ്റോറി. ഈ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സും പ്രകാരം യുവർ വൈഫ് ഷി വാസ് അലർജിക് ടു എ സ്പെസിഫിക് കോമ്പണൻറ്റ് ഓഫ് ദ സിറം ദാറ്റ് ഷി വാസ് ഗിവൻ, ആൻഡ് ഇറ്റ് വാസ് ഓൾ എക്സ്പ്ലെയിൻഡ് ഇൻ ദി കോൺസെൻറ്റ് ലെറ്റർ ദാറ്റ് യു ഹാഡ് സൈൻഡ്. നോ ഓഫീസർ, അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഞാൻ സൈൻ ചെയ്തിട്ടില്ല. ഇൻഫാക്ട് ഞാൻ അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് കണ്ടിട്ട് കൂടിയില്ല. എൻ്റെ ലക്ഷ്മി അല്ല ഈ സെറം എടുത്ത് മരിക്കുന്ന ആദ്യത്തെ വ്യക്തി. ദേ ആർ ഡൂയിങ് അൺഓത്തറൈസ്ഡ് ഹ്യൂമൻ ട്രയൽസ്. നോ നോ, ഇറ്റ്സ് മർഡർ ആൻഡ് ഇറ്റ്സ് ഹിം. ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് വൺ. അവൻ്റെ ഭാര്യ സ്റ്റെല്ല, അവരാണ് ഹോസ്പിറ്റലിൻ്റെ മേജർ ഷെയർ ഹോൾഡർ. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ഒന്നുകിൽ അവർ ക്യാഷ് കൊടുത്ത് സ്വാധീനിക്കും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഒതുക്കും. പക്ഷേ നിങ്ങളൊരു സാധാരണക്കാരനല്ലല്ലോ സന്തോഷ്. യു ആർ എ സീനിയർ ജേർണലിസ്റ്റ്. എനിക്ക് ആ പടം ഒരു മോള് മാത്രമേ ഉള്ളൂ, ആൻഡ് ഐ വോണ്ട് വാണ്ട് ടു ലൂസ് ഹെർ. പക്ഷേ ഐ വോണ്ട് ലെറ്റ് ദിസ് ഗോ ഓഫ് ഈസിലി. സാർ ഇത് തുടങ്ങിയില്ലായിരുന്നു. ആ സന്തോഷ് പറഞ്ഞ കാര്യങ്ങൾ സാർ ഇനി ഇത് വിട്ടില്ലേ? അതൊക്കെ എന്നെ ക്ലോസ് ആക്കി. അതല്ലടോ, അയാൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സാർ കാര്യം സിമ്പിളാണ്. ഇനി അയാൾ പറഞ്ഞ സത്യമാണെങ്കിൽ തന്നെ ഈ അരുൺ നമ്മുടെ അസീം സാറിന് കൈമണിച്ച് കൊടുത്ത് ഒതുക്കിയിട്ടുണ്ടാവും. കേസ് ക്ലോസ്ഡ്. സസ്പെൻഷനിലല്ലായിരുന്നെങ്കിൽ സാർ അന്വേഷിക്കേണ്ട കേസായിരുന്നു അത്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 3 ദിവസം തന്നതിൽ 2 ദിവസമേ ബാക്കിയുള്ളൂ. ഈ കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ സാർ. ആരെയാണ് വിശ്വസിക്കേണ്ടത്? എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ അരുൺ പറയുന്നത് കുറച്ച് ജെന്യൂൻ ആണെന്ന് തോന്നുന്നു. ഈ കേസിന് 3 ആംഗിൾസ് ആണുള്ളത്. ഒന്ന് അരുൺ പറയുന്നത്, രണ്ടാമത്തേത് ശ്രേയ പറയുന്നത്, മൂന്നാമത്തേത് ദ ആംഗിൾ ഓഫ് ട്രൂത്ത്. നമ്മൾ ആ സത്യാവസ്ഥയാണ് കണ്ടെത്തേണ്ടത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ശ്രേയ പറയുന്നത് വിശ്വസിക്കാതിരിക്കാനും കാരണങ്ങളില്ല. ഇവിടെ തൻ്റെ കാഴ്ചപ്പാടും അഭിപ്രായം തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. അല്ല സാർ, ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശം കൂടി ഞാൻ എടുക്കൂല. താൻ കഴിക്കും. മോർണിംഗ് ഡോക്ടർ. സോ നമ്മൾ കഥ എവിടെയാണ് നിർത്തിയത്? സർ, ഞാൻ പറഞ്ഞൊന്നും കഥയല്ല. ഡോക്ടർ, അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. നോക്കട്ടെ. ഇതവിടെ വീണപ്പോൾ സംഭവിച്ചതാ. ഈ ജാക്കറ്റ് ഊരിയിട്ട് അവിടെ ഇരിക്കേ. ഏയ് വേണ്ട, ഐ വിൽ ബി ഫൈൻ. Don't worry, I'm a trained first aider. So just relax. Remove your jacket and sit down. ഞാൻ പോയി ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തിട്ട് വരാം. അവർ പെട്ടെന്ന് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന പോലെ എനിക്ക് തോന്നി. കാണിച്ചേ. ചെറിയൊരു നീറ്റിലുണ്ടാവും. റിലാക്സ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? കീഴടങ്ങിയാലോ? സറണ്ടർ ആൻഡ് ദെൻ വാട്ട്? പോലീസുകാർക്ക് പ്രതിയെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ വേണം. അതിപ്പോൾ നിങ്ങളല്ലെങ്കിൽ മറ്റൊരാൾ. താങ്ക് യു. ഐ തിങ്ക് യു ഷുഡ് കാം ഡൗൺ എ ബിറ്റ്. കുടിക്കാൻ എന്താ വേണ്ടേ? കുറച്ച് വെള്ളം കിട്ടുമോ? വെള്ളോ ഈ സമയത്തോ? Come on, let me fix you a drink. I hope you're okay with vodka. So Shreya, where were we? Oh, by the way, can I get you something to drink? No, thank you. Are you sure? Whiskey, rum, wine, vodka?
സോറി. ഓ കം ഓൺ ശ്രേയ. ഓ അതോ ഇനി സെലിബ്രിറ്റി ക്രിമിനൽസിൻ്റെ കമ്പനിയെ പിടിക്കുള്ളൂ? വി കോപ്സ് ആർ ഈക്വലി എൻ്റർടൈനിങ് ആൻഡ് ഫൺ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ നിന്ന് 2 ഗ്ലാസസ് കണ്ടിട്ടുണ്ട്. അതിൽ ഒന്നിൽ അരുണിൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ്, മറ്റേതിൽ ശ്രേയ ദീപൻ്റെ. ആൻഡ് യു ആർ ഡെഫിനറ്റ്ലി നോട്ട് ഡ്രിങ്കിങ് ആപ്പിൾ ജ്യൂസ് ഇൻ ഇറ്റ്. സാർ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. പിന്നെ നൈസ് ഹൗസ്, വെൽ ഓർഗനൈസ്ഡ്, എക്സ്പെൻസീവ് ഷോ പീസസ്, ഈ ക്യാഷ്, ജ്വല്ലറി, ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെ സേഫിലായിരിക്കും അല്ലേ? ലിസൺ, നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം. ആൾക്കാരെ പറ്റിച്ച് നിന്റെ വക്കീല് ഭർത്താവ് കുറെ സമ്പാദിച്ചിട്ടുണ്ടാവും അല്ലേ? അടിപൊളി കുപ്പികളൊക്കെ ആണല്ലോ. നൈസ് കളക്ഷൻ. സെറ്റ് മീ എ ഡ്രിങ്ക്. ഓരോ ഗ്ലാസ്സേ ഉള്ളൂ. ജസ്റ്റ് ഗെറ്റ് അനദർ വൺ. ഇവിടെ ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ? ഉണ്ട്. ഗെറ്റ് ഇറ്റ്. നോ, നോട്ട് അറ്റ് ഓൾ. എനിക്ക് അവരുടെ അടുത്ത് അങ്ങനെ കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഷീ വാസ് റിയലി ഫ്രണ്ട്ലി. നോട്ട് ബാഡ്, ഫ്രണ്ട്ലി. അപ്പോൾ പിന്നെ തിരിച്ചും ഫ്രണ്ട്ലി ആകാമായിരുന്നില്ലേ? എൻ്റെ സ്ഥാനത്ത് സാറായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആ സമയം എനിക്കെൻ്റെ സ്റ്റെല്ലെ പറ്റി മാത്രമായിരുന്നു ചിന്ത. ജസ്റ്റ് കാൻറ്റ് ബിലീവ് ഷീ ഈസ് ഗോൺ. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. Till yesterday everything was fine in our lives. And today I'm on the run. എന്തിൽ നിന്ന്, ആരിൽ നിന്നാ ഞാൻ ഈ ഓടി ഒളിക്കുന്നതെന്ന് എനിക്കറിയില്ല. I don't even know what to feel. സോറി. ഇത് കുടിക്ക്. വിഷമങ്ങളും വേദനകളും നഷ്ടങ്ങളും ഒക്കെ മറക്കാൻ ഇതിന് കഴിയുന്ന പോലെ വേറെ ഒന്നിനും പറ്റില്ല. സ്റ്റെല്ലെ വളരെ ഇഷ്ടമായിരുന്നു അല്ലേ? ഓൾ മെൻ ആർ ദ സെയിം. ഫെമിനിസ്റ്റുകളുടെ സ്ഥിരം പ്രസ്താവനയാണ്. ബട്ട് നൗ ഐ നോ ഇറ്റ്സ് നോട്ട് ട്രൂ. I wish Deepan was like you. അതെന്താ അവിടെ അങ്ങനെ കിടക്കുന്നത്? ഓ അത് ഞാൻ ഈ ഫോണിൽ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടുന്നത്. ഐ ക്യാൻ ബി ക്ലംസി സംടൈംസ്. ഇത് ദീപൻ്റെ വാളറ്റാണ്. വറവി പുള്ളിക്ക് പണ്ടേ ഉള്ളതാ. സർ, അവിടെ എന്തൊക്കെയോ ശരിയല്ലാത്തതുപോലെയായിരുന്നു. അവരുടെ പെരുമാറ്റം, സാധനങ്ങളെല്ലാം ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് നടന്നതുപോലെ. ഇറ്റ് ഫെൽറ്റ് റിയലി സ്ട്രേഞ്ച്. സ്ട്രേഞ്ച് ഇറ്റ് ഈസ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊന്നിട്ട് ചെന്ന് കയറിയെടുത്ത് ഷീ മർഡേർഡ് ഹർ ഹസ്ബൻഡ് ആൻഡ് വാസ് ഹിറ്റിംഗ് ഓൺ യു. ഇറ്റ് ഈസ് വെരി സ്ട്രേഞ്ച്. വാട്ട് ദ ഹെൽ ഈസ് റോങ് വിത്ത് യു ഗൈസ്? ഐ എം എ ഗോഡ് ടൈം സയൻറ്റിസ്റ്റ്. ഇത്രയും നേരം പല രീതിയിലും പല തവണ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല.
വാട്ട്സ് എ ബ്ലഡി നോയ്സ് ദെയർ? ഞാനിവിടെ ഒരു മർഡർ കേസ് ഇൻവെസ്റ്റിഗേഷനിലാണ്. ആസ്കം ടു കീപ് ഇറ്റ് ഷട്ട്. ഡോക്ടർ എന്താ പറഞ്ഞത്? അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളെ ഇടിച്ചു പിഴിഞ്ഞ് എനിക്ക് കാര്യങ്ങൾ പറയിപ്പിക്കാൻ അറിയാൻ വയ്യാത്തതല്ല. അതുകൊണ്ട് ഡോക്ടർ ഇവിടെ കിടന്ന് അധികം ഷോ ഒന്നും കാണിക്കാൻ നിൽക്കണ്ട. യു ആർ എ പ്രൈം സസ്പെക്ട് ഓൺ ബോത്ത് ദ കേസസ്. സാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ആ ദീപൻ്റെ ഡെഡ് ബോഡി ആ റൂമിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ. ഞാനും ചോദിക്കട്ടെ, ഇയാൾ സസ്പെൻഷനിലല്ലേ, പിന്നെ എന്തിനു ഒച്ചപ്പാടും ബഹളവും? പോയി ചോദിച്ചിട്ടോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ വെറുതെ മേടിച്ച് കേട്ടണേ. പെട്ടെന്ന് വന്നോ? വെറുതെ എന്തിനാ സാറേ? നിനക്കെന്തേ ക്രിസ്റ്റഫർ സാറിനോട് ഇത്ര ചോദിച്ചില്ലേ? അയാൾ ചുമ്മാ വെറുതെ ഷോ ഓഫ്. ഇത് കിട്ടാ ലാസ്റ്റ് ടൈം നീ പിന്നെ വിവേകിൻ്റെ അപ്രൻറ്റീസ് ആണല്ലോ. എടാ, ഈ വിവേകും നമ്മുടെ ക്രിസ്റ്റഫർ സാറും ഒക്കെ ഒരു ബാച്ച്മേറ്റ് ആയിരുന്നു, വലിയ ചങ്ങായിമാരെന്നാ കേട്ടത്. ആണോ? പിന്നെ പറ്റി? അത് ഈ വിവേക് നമ്മുടെ ക്രിസ്റ്റഫർ സാറിന് നല്ലൊരു പണി കൊടുത്തു. എന്ത് പണി? പറയാൻ നീ കുറേ പറയാനുണ്ട്. ഹലോ, ആ വന്നോ? ശരി, ഞാൻ സാറുമായിട്ട് ഇപ്പോൾ പൊക്കോളാം. എടാ, സെക്യൂരിറ്റി വന്നിട്ടുണ്ട്, നീ പോയിട്ട് പോസ്റ്റ്മോർട്ടം പോയിട്ട് പെട്ടെന്ന് കളക്ട് ചെയ്യും. ഓക്കെ. അടിപൊളി ഷർട്ടൊക്കെ ആണല്ലോ. അത് പിന്നെ ഇവിടെ വരുമ്പോൾ കുറച്ച് ഭംഗിയായിട്ടൊക്കെ വരണ്ടേ സാർ? അപ്പോൾ നിങ്ങൾ ദീപൻ വീട്ടിൽ വരുന്നത് കണ്ടു, ശരിയല്ലേ? ശരിയാണ് സാർ, ഞാൻ കണ്ടു. ഒരു 7-7:30 മണിയായിട്ടുണ്ടാവും സാർ. തിരിച്ചെപ്പോഴാണ് ദീപൻ അവിടെ നിന്ന് പോയത്? ദീപൻ സാർ തിരിച്ചു പോയിട്ടില്ല സാർ. ഉറപ്പാണോ? ആ. ഷൂ മിനിങ്ങാത്ത മഴയിലും ചെളിയിലും ഒക്കെ അഴുക്കായിട്ട് തുടയ്ക്കാറുന്ന സമയം കിട്ടില്ല സാർ. പിന്നെ സാർ, അന്ന് രാവിലെ ദീപൻ സാറിൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു സാർ. സാറിൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് അയാളുടെ കൂടെ സാർ കയറി പോയത്. ആരെ കണ്ടു? ഏത് വണ്ടി? അത് ഓർമ്മയില്ല സാർ. അവിടെ പിന്നെ CCTV ഒരിക്കലും വർക്ക് ചെയ്യില്ലല്ലോ. അല്ല, ഇന്ന് എനിക്ക് വയറിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ബാത്റൂമിലുള്ള സമയത്ത് സാറ് പുറത്ത് പോയി കാണാനുള്ള സാധ്യത ഇല്ലായിരിക്കുമായിരിക്കുമല്ലോ. എന്തോന്ന്? അല്ല സാർ, ഞാൻ സാറ് ദീപൻ സാറ് പോകുന്നത് കണ്ടിട്ടില്ല സാർ. ദീപൻ അന്ന് തിരിച്ചു വന്നത് രാത്രി ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടാവും. ആ സമയം ദീപൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ അരുൺ എന്നെ കൊന്നേനെ. നിങ്ങളാരാ? ശ്രേയ, ഒന്നെങ്കിൽ പോരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവളെ വിട്, എന്നോട് സംസാരിക്കും. ഒരൊട്ടി മുന്നോട്ട് വെക്കണം, പ്ലീസ്. ശ്രേയ, സാറേ സാറേ ഞാനല്ല സാർ, പറയുന്നത് കേൾക്കുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. ഞാൻ പോലീസുമായി തിരിച്ചു വന്നപ്പോഴേക്കും ദീപനെ അയാൾ കൊന്നിരുന്നു. ഞാൻ ദീപനെ ഒറ്റയ്ക്കാക്കി പോകരുതായിരുന്നു. ഈ ദീപൻ എത്ര വൈകിയാണോ എന്നും വീട്ടിൽ വരാറ്? അല്ല, ജോലി കൂടുതലുള്ളപ്പോൾ മാത്രം. അപ്പോൾ ഇത്ര വൈകി വീട്ടിൽ വരണമായിരുന്നെങ്കിൽ ദാറ്റ് നൈറ്റ് ഹി മസ്റ്റ് ഹാവ് ബീൻ റിയലി ബിസി, അല്ലേ? അതിൽ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ ശ്രേയ. നിങ്ങളുടെ വാച്ച്മാൻ പറഞ്ഞത് ദീപൻ 7:30 മണിക്ക് വീട്ടിൽ വന്നു എന്നാണ്. സർ, ഒരു 7:30 മണിയായപ്പോൾ വന്നിരുന്നു, പക്ഷെ അപ്പം തന്നെ പോവുകയും ചെയ്തു. പിന്നീട് വരുന്ന ഒരു 12 മണിക്കാണ്. അപ്പം തന്നെ പോയി, പിന്നെ വന്നത് എന്തിനായിരുന്നു? എന്തോ. Do you think I'm stupid? സർ, ദീപൻ ഒരു 7:30 മണിയായപ്പോൾ വന്നു, അപ്പം തന്നെ പോവുകയും ചെയ്തു. പിന്നീടാണ് അരുൺ അവിടെ വരുന്നത്. അത് കഴിഞ്ഞ് നടന്ന എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളും ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ. You don't decide what is important, what is not. അന്ന് രാവിലെ മുതൽ നടന്ന കാര്യങ്ങൾ tell me one by one, ശ്രേയ. ഒരു 7:30 ആയപ്പോൾ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ബ്രഷ് ചെയ്തില്ലേ? എക്സ്ക്യൂസ് മീ സർ.
ബ്രഷ് ടൂത്ത് ബ്രഷ് ബ്രഷ് ചെയ്തു. ദീപൻ 7:30 മണിക്ക് എന്തിനു വീട്ടിൽ വന്നു ശ്രേയ? എനിക്കറിയില്ല സാർ. ദീപൻ ജോലി സംബന്ധമായ ഒരു കാര്യം എന്നോട് ഡിസ്കസ് ചെയ്യാറില്ല. അങ്ങനെയല്ലല്ലോ ശ്രേയ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾ പരസ്പരം എല്ലാം സംസാരിക്കുന്നല്ലേ? ശ്രേയ ദീപൻ വീട്ടിൽ വന്ന എന്തിന്? പേപ്പറോ മറ്റോ എടുക്കാനാ സാർ, എനിക്കറിയില്ല. ശ്രേയ, ലുക്ക് അറ്റ് മീ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പ്രകാരം ദീപൻ മരിച്ച സമയം രാത്രി 8-നും 12-നും ഇടയ്ക്കാണ്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ എന്റെ ഭർത്താവിനെ കൊന്നു എന്നാണോ? ദീപൻ 7:30 വീട്ടിൽ വന്നതിന് സാക്ഷികളുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ തിരിച്ചു പോയി എന്നുള്ളതിന് സാക്ഷികളില്ല ശ്രേയ. ഞാൻ എത്ര നേരമായി പറയുന്നു, ഞാനല്ല ദീപനെ കൊന്നത്. ഞാൻ പറയുന്നത് സത്യമാണ്, എന്നെ വിശ്വസിക്കൂ പ്ലീസ്. കഥകൾ കുറെ നിങ്ങൾ പറയുന്നുണ്ട്, but none of it is true. സാർ, ഞാനല്ല ദീപനെ കൊന്നത്. സത്യം ഞാൻ പറയുന്നത്. I loved him so much. I didn't kill him. I didn't kill his husband. എൻ്റെ കടുത്ത സാധ്യതയാണ് എന്ത് ചെയ്തത്. ആ സമയം എനിക്ക് എൻ്റെ സ്റ്റെല്ലയെ പറ്റി മാത്രമായിരുന്നു ചിന്ത. സർ, ഇന്നലെ വിളിച്ച സ്ത്രീയില്ലേ, പുള്ളിക്കാരുടെ അഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അരുണിനെ പറ്റി പുതിയ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തോ? ഇയാളുടെ ആദ്യത്തെ ക്യൂർ ഫോം മൈഗ്രെയിൻ അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഭാര്യ സ്റ്റെല്ലയുടെ കമ്പനിയായ സ്റ്റെല്ലാർ 916 ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിരുന്നു അതിൻ്റെ സോൾ ഡിസ്ട്രിബ്യൂട്ടർ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള 2 വാക്സിൻസ് ബാക്ക് ഫയർ ചെയ്തു. വേണ്ടത്ര ട്രയൽസ് ഒന്നും നടത്താതെയാണ് അത് റിലീസ് ചെയ്തത് എന്നൊക്കെയായിരുന്നു അലിഗേഷൻസ്. ആശാന എന്നൊക്കെ ഈസിയായി ഒരു പോന്നു. പക്ഷേ അതോടുകൂടി ഈ കമ്പനിയുടെ ഷെയർ വാല്യൂ, ആൾക്കാർക്ക് അതിലുള്ള വിശ്വാസവും കുത്തനെ താഴ്ത്തുപോയി. അപ്പോൾ ഈ പുതിയ വാക്സിൻ സക്സസ് ആകണം എന്നുള്ളത് ഇസ് നാച്ചുറലി ഇമ്പോർട്ടൻറ്റ് ടു ഹിം. ഇറ്റ്സ് ഹിസ് ടിക്കറ്റ് ടു ബി ബാക്ക് ഇൻ ബിസിനസ്. ബ്രേക്ക് ത്രൂ വാക്സിൻ എന്നൊക്കെയാണ് നിഗമനങ്ങൾ. ഈ കഴിഞ്ഞ സമ്മിറ്റ് തന്നെ ചുരുക്കി പറഞ്ഞാൽ അതിനുള്ളൊരു സെയിൽസ് പിച്ച് ആയിരുന്നു. 2 വലിയ പ്ലേയേഴ്സ് ഇൻട്രസ്റ്റഡ് ആണെന്നാണ് അറിഞ്ഞത്. ഫ്രാങ്ക്ലി ഐ ഹാവ് നോട്ട് ഹേർഡ് അബൌട്ട് ദിസ് ഗായ്. ഇയാളുടെ മൈഗ്രെയിൻ ക്യൂർ നമ്മുടെ മീഡിയയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസൊക്കെ ചേർന്ന് ഒരു ഓവർനൈറ്റ് സെൻസേഷനാക്കി ഇയാളെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എത്തിച്ചു. ഇതൊക്കെ നമ്മുടെ കേസിൽ നിർവ്വഹനാണ്. ഹലോ, അഡ്രസ് കിട്ടിയോ? നീ അയക്കേ, ഞങ്ങളിപ്പോൾ തന്നെ പോകും. സർ, പുള്ളിക്കാരുടെ അഡ്രസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെലിബ്രിറ്റി സയൻറ്റിസ്റ്റ്, കം ലെറ്റ്സ് ഗോ. യെസ്, മിസ് സന്ധ്യ, അതെ. CIB ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നില്ലേ? ആ യെസ് പ്ലീസ് അകത്തേക്ക് വരൂ. നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആൾക്കാരാ. എന്നെ കാണാൻ എങ്ങനെയാ? ഓക്കെ അല്ലേ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ക്യാമറ ഒന്നും ഇല്ലേ? ക്യാമറ? ആ, ഇന്റർവ്യൂവിന് ക്യാമറ, മൈക്ക്, ലൈറ്റ്സ് ഇതൊക്കെ വേണ്ടേ? അല്ലാതെ ഇതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂല. ഇൻ്റർവ്യൂ അല്ല മാഡം, നിങ്ങൾ പറഞ്ഞ ഇൻഫർമേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. ഓഹോ, അതിനി നിങ്ങൾ സഹകരിച്ചില്ല എന്നാണെങ്കിൽ ഇതൊരു ഇൻട്രോഗേഷനായി മാറും. ഓ, ഈ ഫോണിൽ പറഞ്ഞ പോലെ സ്റ്റെല്ല അരുണിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട എന്ത് ഇൻഫർമേഷനാണ് നിങ്ങളുടെ പക്കലുള്ളത്? സർ, എന്താന്ന് വെച്ചാൽ അന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു, 10th ആനിവേഴ്സറി. ഷെറട്ടൺ ഗ്രാൻഡിൽ വെച്ചായിരുന്നു ഡിന്നർ ബുക്ക് ചെയ്തിരുന്നത്. ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു. പക്ഷെ മൈ ഡാർലിങ്ങിന്റെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്ത് ഞങ്ങൾക്ക് റിസർവേഷൻസ് കിട്ടി അല്ലേ. എന്നിട്ട് പോകാൻ ബുക്കാക്കിയതോ ഹമ്മറിന്റെ ലിമുസിൻ. ഞാൻ ആദ്യമായിട്ട് ഈ ഡാഷ് ഓൺ പട്ടിയുടെ ഷേപ്പിലുള്ള വണ്ടിയിലൊക്കെ കയറുന്നത്. സോ റൊമാൻറ്റിക് അല്ലേ. എന്നിട്ട് ഞാൻ ബോഡി ഫിറ്റിംഗ് ഡീപ്പ് നെക്ക് ഗൗണൊക്കെ ഇട്ട് വന്നപ്പോൾ പുള്ളിക്കാരനങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ പുള്ളിയുടെ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്ത 200 മെഗാ പിക്സലിന്റെ ക്യാമറയിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇതാര് അടുത്ത മിസ് വേൾഡോ? ഇതെന്താ ബേബി? ഇത് നോക്കി.
So, Mr. Celebrity Doctor, how is it going? Oh, by the way, നമ്മുടെ സുബ്രഹ്മണി ഇല്ലേ, he wanted a selfie with you. No, I'm not joking, I'm serious. ഈ സുബ്രഹ്മണിയുടെ വൈഫ്, ഷീസ് എ ഹ്യൂജ് ഫാൻ. നിങ്ങളുടെ മൈഗ്രെയിൻ ക്യൂർ, ഇറ്റ് വാസ് എ ലൈഫ് സേവർ ഫോർ ഹർ. ഓക്കെ. എന്താണെന്നറിയാവോ, അവർ രണ്ടുപേരും കൂടി ഇന്ന് രാവിലെ വഴക്കിട്ടു. അപ്പോൾ ഇനി ഭാര്യയെ സൂചിപ്പിക്കണമെങ്കിൽ ഈ സെൽഫി വേണം. You must be knowing how these husband-wife arguments are, right? I don't know where you're heading with this nonsense. ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. നിങ്ങൾക്ക് ആരുടെ അടുത്ത് വേണമെങ്കിലും ചോദിക്കാം. ചോദിച്ചു, to your neighbor. നെയ്ബർ? അവരെന്ത് പറഞ്ഞു? See it for yourself. സർ, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. How I see it, നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കിട്ടു, 2 ദിവസം കഴിഞ്ഞ് സ്റ്റെല്ല മരിക്കുന്നു. അതെ, വഴക്കിട്ടു. പക്ഷെ അതെന്തിനാണെന്ന് വെച്ചാൽ, സ്റ്റെല്ല, ഐ കാൻ ഡു ദിസ്. നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല. Babe, don't worry about it. Just focus on your research. We should have done proper trials and taken enough precautions before distributing the serum to the public. അതൊക്കെ collateral damage. അത്രയും വിചാരിച്ചാൽ മതി. What? Collateral damage? Are you out of your mind? We are talking about human lives here. I asked you to wait. പക്ഷെ ഞാൻ അറിയാതെ asked the hospital to administer the serum to Santosh's wife and it costed her life. I can't change what's done. Okay, listen, just relax. I'll fix this, okay? Okay. Are you cancelling the summit? It is in 2 days from now. You cannot cancel this. I'm sorry, I can't do this. It's not right. And I know you know that too. First, let's fix the damages. Let me remind you, it's because of you my company shares have gone upside down. And you are under contract. If you go against this, I'll make sure I'm filing a case so big that you'll never see the sun again. Company shares താഴെ പോയതോടെ the pressure on her increased. She was answerable to the board members. The one vaccine success ആവണമെന്നത് എന്നേക്കാൾ കൂടുതൽ അവളുടെ പ്രയോറിറ്റി ആയിരുന്നു. She did this for us. C7 serum ഇങ്ങനെ ബാക്ക്ഫയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. Stella was a wonderful person. I owe her everything. Please don't drag her name into this. അവൾക്കുണ്ടായിരുന്ന പ്രഷറിൽ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ. സാറേ, സമൂസ കഴിക്കുന്നുണ്ടോ? ഓ, വേണ്ടത്. ചായ പിന്നെ സാറ് കുടിക്കാറില്ലല്ലോ. അന്നാ സന്തോഷിൻ്റെ കേസ് അന്വേഷിച്ച സതീഷായിരുന്നില്ലേ? ഞാൻ തന്നെയായിരുന്നു ആ കേസ് അന്വേഷിച്ചത് സാർ. സുബ്രഹ്മണ്യൻ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരാ സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്ത കാരണം നമുക്ക് ആ കേസിൽ മുന്നോട്ടൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സാറിനറിയാലോ, വിവേക് സാർ ഈ കേസിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് മടുത്തിട്ടാണ് സാറേ ഞാൻ ഈ പരിപാടി എന്നേക്കുമായി ഉപയോഗിച്ചത്. ഇപ്പൊ സ്വസ്ഥം സുഖം. ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, അവർ സ്ഥലത്തില്ല. ഇന്ന് രാവിലെ എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പം എത്തിയിട്ടുണ്ടാവണം. അതെ. പറയൂ ഡോക്ടർ. I was going to the fingerprints report. ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ മർഡർ വെപ്പനായി കരുതുന്ന വാസിൽ 2 ഫിംഗർ പ്രിൻറ്റ്സ് ആണുള്ളത്, അരുണിൻ്റെയും ശ്രേയയുടെയും. അതെ. ഐ സ്റ്റഡി ദ ഫിംഗർ പ്രിൻറ്റ്സ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ സാധാരണ സാധനങ്ങളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രഷർ ഇസ് ഡിഫറെൻറ്റ് ഫ്രം യൂസിങ് ദാറ്റ് ഐറ്റം ടു കോസ് എ ബ്ലണ്ട് ട്രോമ.
അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഓൺ ബേസ് ഓഫ് ഡാക്ലോസ്കോപ്പി റിപ്പോർട്ട് അരുണിൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് ശ്രേയയുടെ ഫിംഗർ പ്രിൻറ്റ്സിനെക്കാട്ടും ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. സോ ഐ ഗെസ് യു ഹാവ് യുവർ എന്ത് പറ്റി സർ? സാറേ എണീറ്റ് പോവാൻ സമയമായി. എങ്ങോട്ട്? കുറച്ച് നേരത്തെ സത്യം പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് സമയമെങ്കിലും നമുക്ക് ലഭിക്കായിരുന്നില്ലേ? ക്രിസ്റ്റഫർ എവിടെ? ക്രിസ്റ്റഫറാ? നിന്റെ മടിയിൽ ഇട്ടിട്ടാണോ ആ പേരിട്ടിരിക്കുന്നത്? സാറിന്ന് വിളിക്കടാ കള്ള ഡോക്ടർ. എനിക്ക് ക്രിസ്റ്റഫറോട് സംസാരിക്കണം. യെസ് സർ. ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇറ്റ് ഇസ് എവിഡന്റ്. അരുണിന്റെ ഫിംഗർ പ്രിന്റ്സിന്റെ ഡെപ്നെസ് ഇസ് വെരി ഫേം. കുറച്ചുകൂടി സമയം വേണം സർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ മരണകാരണം ഹാർട്ട് ഫെയിലിയർ ആണ്. പിന്നെ കാനഡയിൽ നിന്ന് അവരെ അവിടെ ചികിത്സിച്ച ഹോസ്പിറ്റലിലെ റിപ്പോർട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. യെസ് സർ. സാറേ ഞാനത് ചെയ്തിട്ടില്ല. വൈ ഇസ് ദാറ്റ് യു ഗൈസ് കാൻ ബിലീവ് മീ? സാർ അവിടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? സാറേ ഇയാൾ പുതിയ ഓരോ കഥകൾ ഉണ്ടാക്കി പറയാം. സർ 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 ഹലോ. ഓക്കെ. യെസ് സർ. ഐ ഫീൽ വി ആർ മിസ്സിംഗ് ഔട്ട് ഓൺ സംതിങ്. എന്തു പറ്റി സർ? കേസ് നമ്മൾ വല്ലാണ്ട് റഷ് ചെയ്തെന്നൊരു സംശയം. ആ ഫോട്ടോസിനെ പറ്റി ഇൻഫർമേഷൻസ് എല്ലാം കിട്ടിയോ? ഫോട്ടോസ്? ഏത് ഫോട്ടോസ്? അന്ന് നമ്മൾ ആ ട്രാഷിൽ നിന്ന് എടുത്തില്ലേ? ശ്രേയയുടെ വീട്ടിൽ നിന്ന്. അത് ഇല്ല സർ, ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് ഫോളോ അപ്പ് ഓൺ ദാറ്റ്. ശരി സർ. ആൻഡ് അന്ന് ആ വാച്ച്മാൻ ദീപൻ്റെ കൂടെ ആരെയോ കണ്ടെന്ന് പറഞ്ഞില്ലേ? പുള്ളിയെ പറ്റി ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തു? ഇല്ല സാർ, അത് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ലീഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അത് പെർസ്യൂ ചെയ്തില്ല. ഇൻ എ കേസ് നോ ലീഡ്സ് ആർ അൺഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് കളക്ട് ഹിസ് ഡീറ്റെയിൽസ്. അല്ല സാർ, അത് പിന്നെ ഹലോ ഹലോ ഞാൻ തന്നെയല്ലേ ഇത് വേണ്ട പറഞ്ഞു. അതുപോലെ എനിക്ക് തോന്നിയതാണ്. ആ സുബ്രഹ്മണി. സാർ, ആ വാച്ച്മാൻ കണ്ടു എന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വന്ന് കാണാൻ പറ. അതാ സാർ ചെറിയൊരു പ്രശ്നം, പുള്ളി നമ്മളെ വന്ന് കാണില്ല. അതെന്ത്? ഈ ഡിക്രൂസ് എന്ന് പറയുന്ന കക്ഷി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. ആ ബെസ്റ്റ്. ഈ പെണ്ണിൻ്റെ സ്വഭാവം കൊള്ളാവോ, ചെക്കൻ വലിക്കോ കുടിക്കോ എന്നൊക്കെ ഒളിഞ്ചെന്ന് പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഐറ്റാണ്. സാർ പിന്നെ അന്വേഷിച്ചപ്പോൾ 1-2 പഴയ കേസിൽ പുള്ളിയായിരുന്നു നമ്മുടെ ഇൻഫോമർ. ഇപ്പം നമ്മുടെ രജനി വിസി കേസിൽ പുള്ളിയാണ് 2ാം സാക്ഷി. ഏതാ വായി നോക്കി വിവേക് അന്വേഷിക്കുന്ന കേസോ? അതന്നെ. നന്നായി. അപ്പോൾ പിന്നെ എങ്ങനെ ഇനി? സാർ പുള്ളി പറയാനുള്ള എല്ലാം ഒരു എൻവെൽപ്പിലാക്കി അയച്ചിട്ടുണ്ട്. On no option basis, I think we'll have to live with it. Yes, sir. I'm on my way. അപ്പോൾ ഞാൻ വന്നിട്ട് കാണാം. ശരി സാർ. ഞാൻ പറയുന്നതിനേക്കാൾ ഭംഗിയായി ഈ എൻവലപ്പിനകത്തുള്ള ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾക്കറിയേണ്ടത് പറയും. രാമു കയറി വാ. രാമു അല്ല, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. എണീറ്റട്ടെ. നിങ്ങളാരാ? അതല്ലേ ഇപ്പൊ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഇടിച്ചു കയറി വരാനൊന്നും പറ്റില്ല. അതിൽ കടുക്കനൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഓ ഞായറാഴ്ച ക്രൈം ഡിവിഷൻ ചീഫിനെ നിങ്ങളൊന്ന് കാണണം. ഏത് ക്രൈം ഡിവിഷൻ ചീഫ്? ലിസൺ, ഐ ആം എ ലോയർ ആൻഡ് ഐ നോ മൈ റൈറ്റ്സ്. ബോത്ത് ഓഫ് യു ഗെറ്റ് ഔട്ട്. ഔട്ട്. സി, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കണ്ട. ഇനി അങ്ങനെ അല്ലാന്നാണെങ്കിൽ പേടിക്കേണ്ടി വരും. വന്നാട്ടെ സാറേ. ഡോണ്ട് ടച്ച് മീ മാൻ. വാ അങ്ങോട്ട്. സാറേ, ഫിംഗർ പ്രിന്റിന് വേണ്ടി ഗ്ലാസ് എടുക്കട്ടെ? എന്തിനാ? ആള് നമ്മുടെ കൂടെ നിൽക്കല്ലേ? കം ഓൺ മാൻ. എന്തായാലും എടുത്തേക്കാം. ഇനി അയാളുടെ ഫിംഗർ പ്രിന്റും ഇതിലെ ഫിംഗർ പ്രിന്റും മാച്ച് ആയില്ലെങ്കിലോ റിസ്ക് എടുക്കണ്ട.
ഷമീർ, കുപ്പി എടോ ഷമീർ. ഇയാള് ക്രിസ്റ്റഫർ, ഈ ഫോട്ടോഗ്രാഫ്സിന്റെ കാര്യം മീഡിയക്കാരറിഞ്ഞാൽ വി ആർ ഇൻ ട്രബിൾ. വിവരം ഞാൻ CM നെ അറിയിച്ചിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടാണെങ്കിലും ജസ്റ്റ് ക്ലോസ് ദിസ് കേസ് ഇൻ 1 day. ഐ എം ക്രിസ്റ്റഫർ. അയാൾ ഒരു അറിയപ്പെടുന്ന ക്രിമിനൽ ലോയറാണ്. ബി കോഷ്യസ്. ആർ യു ഇൻ ചാർജ് ഹിയർ? വീട്ടിൽ നിൽക്കുന്ന നിപ്പിൽ ഒരാളെ വലിച്ചെടുത്ത് കൊണ്ടുവരാന്ന് വെച്ചെന്താ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ്? ഫസ്റ്റ്ലി, ടുഡേ ഇസ് എ സൺഡേ. ഈസ് ദിസ് ഹൗ യു ട്രീറ്റ് എ റെപ്യൂട്ടഡ് ലോയർ ഇൻ ദിസ് കൺട്രി? ഇടിച്ചം പണ്ടം കളിക്കളയുടെ പന്നി. സർ, SP സാർ വിളിച്ചിരുന്നു. ഇയാൾ അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ടില്ല വലിയ. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ആൻഡ് ഫോർ നെക്സ്റ്റ് 45 minutes ഡോണ്ട് ഡയറക്റ്റ് എനി കൈൻഡ് ഓഫ് കോൺവെർസേഷൻസ് ടു മീ. സർ. നിന്റെ പേരെന്താടാ? തൻവീർ. യാ വാട്ട് എവർ. അന്ന് നീയല്ലേ ശ്രേയ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വന്നത്? യാ, ഷീ ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഒരു ആവശ്യം വരുമ്പോഴല്ലേ സാർ ഫ്രണ്ട്സിനെ സഹായിക്കേണ്ടത്? ഗുഡ് ഫ്രണ്ട്. യാ. ഇരിക്കടാ അവിടെ. നീന്റെ എല്ലാ ഫ്രണ്ട്സിനും ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? ഈ ഫോട്ടോസിന്റെ പുറകിൽ ഒരു കഥ ഉണ്ടാവുമല്ലോ അല്ലേ? ദീപൻ വളരെ അഗ്രസീവ്ലി അംബീഷ്യസ് ആയിരുന്നു. എനിക്ക് വേണ്ടി ഒരിക്കലും സമയമില്ലായിരുന്നു എന്നതിനേക്കാൾ താല്പര്യമില്ലായിരുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാവാം ഞങ്ങളുടെ ഇടയിൽ അകലം വന്നു തുടങ്ങിയത്. സർ, ദാറ്റ് ഡസന്റ് മീൻ വി കിൽഡ് ഹിം. ഞാനും ദീപനും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. തൻവീർ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു. ദീപനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച കെയറൊക്കെ എനിക്ക് തൻവീറിൽ നിന്ന് കിട്ടിത്തുടങ്ങി. സർ, എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന്. പക്ഷേ ഇതിൽ തെറ്റൊന്നും തോന്നിയില്ല. ഒരു പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മളെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. സർ, ഇതാണ് സത്യം. എവരിബഡി സീംസ് ടു ബി എ ബ്ലഡി സ്റ്റോറി ടെല്ലർ നൗ. നീ ശ്രേയം പറഞ്ഞ കഥ വേർഡ് ടു വേർഡ് സെയിം, വെൽ റിഹേഴ്സ്ഡ്. ദീപൻ കൊല്ലപ്പെട്ട രാത്രി നീ ശ്രേയം കണ്ടിരുന്നോ? ഇല്ല സർ, ഞാനന്ന് മുഴുവൻ ദിവസം ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ആഫ്റ്റർ വർക്ക് ഞാൻ നേരെ വീട്ടിൽ പോയി. അതിലൊരു പ്രശ്നമുണ്ടല്ലോ തൻവീർ. ക്രൈം സീനിൽ നിന്ന് നിന്റെ ബ്ലഡ് ട്രേസസ് കണ്ടെടുത്തിട്ടുണ്ട്. നൗ യു മൈ ഫ്രണ്ട് ഡെസ്പറേറ്റ്ലി നീഡ്സ് എ ലോയർ. ഓക്കെ, ഞങ്ങളന്ന് ശ്രേയ, ഒരു വല്ലാത്ത ഫീലിംഗ്. എന്തുപറ്റി? ദീപൻ വന്നാലോ? ദീപൻ ഈ സമയത്ത് ഒരിക്കലും വരാറില്ലല്ലോ. ഐ നോ, അവന് നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം. നമ്മളെക്കുറിച്ച് ഒന്നും അറിയാൻ പോകുന്നില്ല. ഇന്ന് എന്ത് പറ്റി? ശ്രേയ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. യാ തൻവീർ, ദീപൻ എപ്പോൾ എത്തും? ഈയിടെ ദീപൻ ഓഫീസിന് ലേറ്റ് ആയിട്ടാണോ വരാറ്? ദീപൻ, ഞാൻ ഇപ്പം ദീപനെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. ഇന്ന് നേരത്തെ ആണല്ലോ. തൻവീർ, ഞാൻ സ്ഥിരം വൈകിയാണോ വരുന്നത് എന്നിട്ട് എന്തിനാ? നിനക്ക് ആ സമയം നോക്കി വരാനാണോ? എടാ, ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ പോയാലോ? ഇരിക്കടാ അവിടെ. ദീപൻ, എന്തേ കാണിക്കുന്നത്? വാട്ട് ഈസ് റോങ് വിത്ത് യു? എന്താ ഇത്? ദീപൻ, ഇത് എടാ, ഞാൻ പറയുന്നത് കേക്ക്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. എക്സ്പ്ലെയിൻ? ഇതിൽ കൂടി നീ എന്താ എക്സ്പ്ലെയിൻ ചെയ്യണടാ? ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക് ദീപൻ. നിനക്കെന്താ പറയാനുള്ളത്? ദീപൻ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ ഒന്നും ഇല്ല. പിന്നെ എന്ത് വഴി കാണുന്നത്? എടാ, അത് പണ്ടെപ്പോഴും നടന്ന കാര്യമാണ്. പണ്ടെപ്പോഴും? It was a mistake. Please try to understand. Understand? I should understand. Okay, fine. നീ പറ. എടാ, please calm down. പറയടി. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിനക്ക് എന്താ പറയാനുള്ളത്? തൻവീർ, are you okay? ചോര വരുന്നുണ്ടല്ലോ. അവളുടെ ഒരു ചോര. അവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി.
സോ ഞാൻ അപ്പം തന്നെ ഇറങ്ങി. പിന്നെ എന്ത് സംഭവിച്ചു? സർ, ദീപനും ശ്രേയും എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. ആൻഡ് ഐ വാസ് റിയലി കൺസേൺ ഫോർ ദം. അതുകൊണ്ട് ഞാൻ ശ്രേയെ പിന്നെയും വിളിക്കാൻ നോക്കി, ജസ്റ്റ് ടു നോ ഇഫ് എവറിത്തിങ് വാസ് ഓക്കെ. ബട്ട് അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. സോ ഞാൻ പിന്നെയും തിരിച്ചവരുടെ വീട്ടിലേക്ക് പോയി. ഓഫ്, എത്ര നേരം ഞാൻ വിളിക്കുന്നു, ഫോണിനെന്ത് പറ്റി? തൻവീർ ഇപ്പം എവിടെ നിന്ന് പോ? നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്, പ്ലീസ് ലീവ്. വെയിറ്റ്, ദീപനുണ്ടോ? എനിക്ക് സംസാരിക്കണം. തൻവീർ ജസ്റ്റ് ലീവ്. ശ്രേയ, ഞാൻ പറയുന്നതൊന്ന്. എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അരുൺ അവിടെ ഡോറിൻ്റെ പുറയിൽ നിൽപ്പുണ്ടായിരുന്നു. എനിക്കറിയാം നിങ്ങളുടെ കണ്ണിൽ ഞാൻ ചെയ്ത എല്ലാം തെറ്റാണ്. അതെ, ഞാൻ തെറ്റ് ചെയ്തു. I was just lonely. I won't forgive myself. I broke his heart before he died. But I did love him. Loved him. എന്ത് പറ്റി ഡോക്ടർ? എനിക്കിനി വയ്യ. നിങ്ങളെല്ലാവരും പറയുന്നത് ശരിയാണെന്ന് ഞാനങ്ങ് സമ്മതിച്ചാൽ പോരെ? സമ്മതിക്കുന്നു സാർ. ഇനി ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? സ്റ്റെല്ല ഈസ് നോ മോർ. ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ സത്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു ഓഫീസറാണെന്ന്. ഐ റിയലി തോട്ട് യു വാണ്ടഡ് ടു നോ മൈ സൈഡ് ഓഫ് ദ സ്റ്റോറി. അതിലൂടെ എല്ലാവർക്കും എന്നെ പ്രതിക്കൂട്ടിൽ നിർത്താനായിരുന്നല്ലോ ധൃതി. സത്യം എന്താണെന്നറിയാൻ ആർക്കും ഒരു താല്പര്യവുമില്ല. നിങ്ങൾ പറയൂ ഡോക്ടർ, യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. ഐ എം ലിസ്ണിംഗ്. ദീപന്റെ വാളറ്റാ മറവി പുള്ളിക്ക് സ്ഥിര. I think I should leave. എവിടെ പോന്നു? ദീപൻ ഇപ്പൊ വരും. ദീപൻ എത്തിയല്ലോ. സാർ, അത് ദീപനായിരുന്നില്ല. ശ്രേയ എന്നെ ദീപനാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്. ഇതെല്ലാം നേരത്തെ ചോദിച്ചപ്പോൾ നിങ്ങൾ പറയായിരുന്നു എന്താ? സാർ, ഞാൻ സുബ്രഹ്മണ്യൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞാണ്. അതിലൂടെ ഞാൻ പറയുന്ന ആർക്കും കേൾക്കണ്ട. ഇയാൾ കാണാൻ എങ്ങനെയായിരുന്നു? എൻ്റെ അതേ ഹൈറ്റ്, സെയിം ബിൽഡ്, ആവറേജ് ലുക്കിംഗ്. ഇയാളായിരുന്നു അത്? അതെ സാർ. ദീപൻ. ദീപൻ, ഇത് അരുൺ. ഹി നീഡ്സ് യുവർ ഹെൽപ്പ്. ഓ, ഹായ്. ദീപൻ. ദീപൻ ഒരു ലോയറാണ്. അരുൺ അവിടെ ഇരിക്കുക, ഞാൻ ദീപനോട് കാര്യങ്ങളൊക്കെ പറയട്ടെ. പ്ലീസ് ഹാവ് എ സീറ്റ്. ഓക്കെ. അരുൺ, ഓക്കെ. ലിസൺ, പോലീസ് താഴെയുണ്ട്. ഗോ ഗെറ്റ് ദം.
ഏയ് അനങ്ങരുത്. ഷബീർ, ഡോണ്ട് മൂവ്. അല്ല സർ, സർ സർ ഞാനല്ല, ഞാനൊന്നും ചെയ്തില്ല സർ. ഡോണ്ട് മൂവ്. സർ ഞാനല്ല സർ. നല്ല മഴ. ഇതിപ്പോഴും തീരും തോന്നുന്നില്ല. കാലം തെറ്റിയ വേനൽ മഴയാ. ഇനിയിപ്പോൾ ചൂട് കൂടും. ഈ ശ്രേയ, തൻവീർ, അരുൺ നമ്മൾ കാണുന്നതിനും കേൾക്കുന്നതിനുപരി ഐ തിങ്ക് ദർ ഇസ് സംതിങ് മോർ ടു ഇറ്റ്. ഇവിടെ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന്, തൻവീറാണ് ദീപനെ കൊന്നതെങ്കിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്? അതല്ല, ഇനി അരുണാണ് ദീപനെ കൊന്നതെങ്കിൽ ശ്രേയ, പക്ഷെ സാർ, ദീപൻ 7:30 തിരിച്ച് വീട്ടിലെത്തിയതിന് സാക്ഷിയുണ്ട്. അപ്പം നിങ്ങൾ ദീപൻ വീട്ടിൽ വരുന്നത് കണ്ടു, ശരിയല്ലേ? ശരിയാണ് സർ, ഞാൻ കണ്ടു. ഒരു 7:30 മണിയായപ്പോൾ വന്നിരുന്നു. 7:30 മണിയായിട്ടുണ്ടാവും സർ. പക്ഷെ അപ്പം തന്നെ പോവുകയും ചെയ്തു. സാറ്, ദീപൻ സാറ് പോകുന്നത് കണ്ടിട്ടില്ല സർ. ഈ ദീപൻ തിരിച്ചുപോയി എന്ന് വാച്ച്മാൻ ഉറപ്പില്ല. അയാൾ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനർത്ഥം തിരിച്ചു പോയിട്ടുണ്ടാകില്ല എന്നല്ലല്ലോ. ശ്രേയാണെങ്കിൽ ഉറപ്പിച്ചു പറയുന്നു തിരിച്ചുപോയി എന്ന്. ഇതിലിപ്പോൾ ഏതാ സത്യം എങ്ങനെ തിരിച്ചറിയാനാ? ദീപൻ 7:30 വന്നിട്ട് തിരിച്ചു പോയില്ല എന്നാണെങ്കിൽ തൻവീർ ആൻഡ് ശ്രേയ ആർ ദി കൾപ്രിറ്റ്സ്. അതല്ല, തിരിച്ചു പോയി പിന്നെ വന്നത് 12 കഴിഞ്ഞാണെങ്കിൽ അരുൺ ഇസ് ദ കൾപ്രിറ്റ്. അതിപ്പോൾ നമ്മളെങ്ങനെ തിരിച്ചറിയുക? അതാ പ്രശ്നം. CM നല്ല പ്രഷർ കൊടുക്കണമെന്നാണ് കേട്ടത്. അയാൾക്ക് അവിടെ നിന്ന് പ്രഷർ കൊടുത്താൽ മതി. അതൊക്കെ കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ അവസ്ഥയിൽ. മര്യാദ കേസ് അന്വേഷിക്കാനും വിടൂല. മഴ കാരണം ഷൂ ആകെ ചളിയായി. സാറേ, ഇരിക്കേ, ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ശരി. ഷർട്ട്, ജീൻസ്, ഷൂസ് കൂടി ആവായിരുന്നല്ലോ. ഷൂ മിനിങ്ങാത്ത മഴയിലും ചെളിയിലും ഒക്കെ അഴുക്കായിട്ട് തുടയ്ക്കാനൊന്നും സമയം കിട്ടില്ല സർ. ബില്ല് കൊടുക്ക്. വി ഹാവ് ടു ഗോ സംവെയർ. മേക്ക് ഇറ്റ് ക്വിക്ക്. സാർ, ബിൽ. കേസ് 1043 ദീപൻ കുമാർ മർഡർ കേസ്, എവിഡൻസ് നമ്പർ 12. അന്നെടുക്കാവും. ഒരു മിനിറ്റ് സാർ. എന്ത് പറ്റി സാർ? ഈ മർഡർ നടന്ന രാത്രി ഓഗസ്റ്റ് 3 ഏകദേശം എത്ര മണിക്കായിരിക്കും മഴ തുടങ്ങിയത്? സാർ, അന്ന് ഏകദേശം ഒരു 11 മണിയായപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് മഴ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ സാർ, മഴയും ഈ കൊലയും തമ്മിൽ എന്താ ബന്ധം? ശ്രേയ പറയുന്ന സത്യമാണെങ്കിൽ ദീപൻ വീട്ടിൽ വന്നത് 12 മണി കഴിഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ ദീപന്റെ ഷൂസിൽ ചെളി ഉണ്ടായിരുന്നിരിക്കണം. എക്സാക്ട്ലി. So, the case was solved. It was an extramarital affair which went wrong. And our doctor was caught in between all of this. ഞാനല്ല കൊന്നത്. I didn't kill my husband. I loved him. ഞാനല്ല കൊന്നത്. അല്ല. അരുൺ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവർ ദീപനെ കൊന്നിരുന്നു. സർ, ഞാനത് ചെയ്തിട്ടില്ല. We have not killed him. It was a crime of passion. പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിക്കറി വീട്. അതാണ് ഡോക്ടർ അരുണിനെ കെണിയിലാക്കിയത്. സ്റ്റെല്ലയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അരുണിനെ തിരയുന്നു എന്ന് മനസ്സിലാക്കിയതോടെ അവർ കൗശലപൂർവ്വം അരുണിനെ ദീപന്റെ കൊലയാളിയാക്കി. It was a good opportunity plan, but failed. Too bad. Well done, Christopher. You did it.
It was Shreya and Tanveer. And Stella, she died off from heart attack. നിങ്ങളുടെ റിലീസ് പേപ്പർ സൈൻ ചെയ്യുന്നുണ്ട് ആൻഡ് യു ഷുഡ് ബി ഔട്ട് ഇൻ നോ ടൈം. അല്ല സർ, ഐ കിൽഡ് ഹർ. ഞാനെന്ന് അവളെ അവിടെ ഒറ്റയ്ക്കാക്കി പോകരുതായിരുന്നു. I should have been with her. I shouldn't have left her alone. Neither can you change what has happened, nor what's going to happen. സ്റ്റെല്ലയുമായിട്ടുള്ള നല്ല മെമ്മറീസ്, just cherish them. She will live forever in your memories. Move on, doctor. You have bigger cause to attend to. Thank you, sir. മോർണിംഗ് സാർ. ആ ഇതാര്? വാടോ, വാ വാ വാ. എന്തുണ്ട് വിശേഷം? സുഖം സാർ. സാർ എങ്ങോട്ടെല്ലാം പോകാൻ നിൽക്കാണോ? ഒന്ന് മുടി വെട്ടിക്കണം, ഷേവും ചെയ്യണം. പറഞ്ഞ പോലെ സാറ് നാളെയല്ലേ ജോയിൻ ചെയ്തത്? താങ്ക്സ് ടു ദ ഡോക്ടർ അല്ലേ? അതെ അതെ. തനിക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? കുടിക്കാനൊന്നും വേണ്ട, പക്ഷെ സാർ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു ചായ ആവോ? എന്താന്നേ നിർബന്ധിച്ചിരിക്കുന്നു. ഹെർബൽ ടീ ഓക്കെ അല്ലേ? ഓ. വൈഫ് എന്ത് പറയുന്നു? ഇതിപ്പോൾ മാസം 8 ആയല്ലോ അല്ലേ? ഡേറ്റ് എടുത്തല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവളുടെ നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ വാങ്ങിയത്. അതേതായാലും നന്നായി. ഇവിടെ നമുക്കൊക്കെ പണിഷ്മെൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ കിട്ടുന്നത്. എന്ത് പറ്റിയ കാലിന്? ഒന്നും പറയണ്ട സാർ. ഇന്നലെ നമ്മുടെ ഷമീറിൻ്റെ വീട് വരുന്ന പോയതാ. തിരിച്ചിറങ്ങിയപ്പോൾ 8 ഷൂസ് മാറിപ്പോയി. ഷൂസ് എനിക്ക് നല്ല ടൈറ്റാണ്. നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റൂ. എന്ത് പറ്റി സാർ? നീ ആ CSI ഓഫീസിൽ വിളിച്ചിട്ട് അരവിന്ദ് എവിടെ ഉണ്ടോ ചെക്ക് ചെയ്യും. ജോസ്ലിൻ, a small favor. കേസ് 1043 ദീപൻ കുമാർ മർഡർ കേസ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയിട്ട് ദീപന്റെ ഷൂ സൈസ് എത്രയാണെന്ന് പറയാമോ? അത് മാത്രമല്ല എവിഡൻസ് ബാങ്കിലുള്ള ഷൂസ്, അതിന്റെ സൈസും കൂടി. മേക്ക് ഇറ്റ് ക്വിക്ക് പ്ലീസ്. താങ്ക്സ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? അറിയില്ല. ഐ എം ജസ്റ്റ് മേക്കിംഗ് ഷുവർ. അരവിന്ദിനെ വിളിച്ചോ? ഇല്ല. വാ, നമുക്ക് ഓൺ ദ വേ വിളിക്കാം. അല്ല സാർ, അപ്പം ചായ വെച്ചിട്ട് പാടും. സർ ഇരിക്കൂ. ഇറ്റ്സ് ഓക്കെ. സ്റ്റെല്ലറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഡിഡ് വി ചെക്ക് ഫോർ ഡ്രഗ് ഓവർഡോസ്? ഇല്ല സർ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ ക്ലിയർ കേസ് ഓഫ് ഹാർട്ട് അറ്റാക്ക്. ഐ നോ, ബട്ട് ഡിഡ് വി ചെക്ക്? നോ സർ, ഐ എം പ്രിറ്റി ഷുവർ ഇറ്റ്സ് ഓഫ് നാച്ചുറൽ കോസസ്. അവരെന്തോ മെഡിസിൻസ് എടുക്കുന്നില്ലായിരുന്നു? യാ, ഫോർ എ ജനറ്റിക് ഹാർട്ട് ഡിസോർഡർ. അതവർ ചെറുപ്പം മുതൽ കഴിക്കുന്ന മെഡിസിനാണ്. വെയിറ്റ്, അത് ഞാൻ എവിഡൻസിലേക്ക് അയച്ചിട്ടില്ല. യാ, ഇറ്റ്സ് ഹിയർ. ദിസ് വൺ. So it is possible that she died of overdose of this particular pill അല്ലേ? ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം അതിൻ്റെ പർച്ചേസ് ബിൽ എൻ്റെ അടുത്തുണ്ട്. ഞാനത് ക്രോസ് എക്സാമിൻ ചെയ്തിരുന്നു. 1 pill a day ആൻഡ് ദ റിമൈനിങ് പിൽസ് ആർ ഇൻടാക്ട്. എന്ത് പറ്റി സർ? ഞാൻ വെറുതെ. സാർ, ഇതിൻ്റെ കളർ വ്യത്യാസമുണ്ടല്ലോ. സാർ, ഇതിൻ്റെ ടെക്സ്ചർ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓഫ്.
ആ ജോസ്ലിൻ, സർ, ചെറിയൊരു പ്രശ്നമുണ്ട്. ദീപന്റെ ശരിക്കുള്ള സൈസ് 42, പക്ഷേ എവിഡൻസിലുള്ള സൈസ് 43. ഹായ് ക്രിസ്റ്റഫർ. I know you killed her, Arun. അത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞാണല്ലോ, ഓർമ്മയില്ലേ? അപ്പോഴല്ലേ നിങ്ങൾ എനിക്ക് ലൈഫ് കോച്ചിങ് ക്ലാസ്സസ് എടുത്തത്. വി കാൻ ചേഞ്ച് വാട്ട്സ് ഡൺ, ലെറ്റ് ഗോ, ബ്ലാ ബ്ലാ ബ്ലാ. Man, I was just about to tell you how my wife ended up with what she deserved. You killed her because she was going to expose your dirty deeds. അത് മാത്രം. She was blackmailing me. Arun, I cannot do this. നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. We should have done proper trials and taken enough precautions before releasing the serum in the public. What? Collateral damage? Are you out of your mind? We are talking about human lives here. I asked you to wait, but you behind my back asked the hospital to administer the drug to Santosh's wife. It costed her life. I cannot sign this. You have to cancel the summit. It's in 2 days from now. You cannot cancel it. France തിരിച്ചു വന്നാൽ we straight go to the summit. I'm sorry, I cannot sign this. And it's not right. And I know you know that too. You fix the damage is done first. Let me remind you, you are the reason why so many people have lost their lives. And it's just because of you my company shares have gone upside down. You are under contract. If you go against this, I'll make sure I'm filing a case so big that you will never see the sun again. It's about time you paid for your sins. I had asked her to revoke the suspension of right to sanction the vaccine productions. And this is what she said. നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എക്സാക്ട്ലി അത് തന്നെ ഞാനും ചെയ്തുള്ളൂ. I was forced to kill her. ഇതൊക്കെ എന്നെ എത്ര ഹേർട്ട് ചെയ്തെന്നറിയാവോ? ഐ വാസ് ജെന്യുവൻലി സിറ്റിംഗ് ദെയർ ഓൾമോസ്റ്റ് ഇൻ ടീയേഴ്സ് ഓഫ് ജോയ് ആഫ്റ്റർ ഗെറ്റിംഗ് റിഡ് ഓഫ് ഹർ. അപ്പോഴാണ് അവളുടെ മൊബൈൽ ആ മെസ്സേജ് വന്നത്. ആ മെസ്സേജ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഷീ ആൻഡ് ദീപൻ, the over-enthusiastic and ambitious lawyer, has been planning this against me for a while and was about to file a case against me. അവരെ തടയേണ്ടത് അത്യാവശ്യമായിരുന്നു. നീ സ്റ്റെല്ലയൊക്കെ കൂടെ എനിക്കെതിരെ കേസ് കൊടുത്ത് ഇല്ലാണ്ടാക്കുന്ന വിചാരിച്ചോടാ? സ്റ്റെല്ല, ഞാൻ അവിടെ എനിക്കെതിരെയുള്ള കേസിൻ്റെ ഡീറ്റെയിൽസ് തിരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സംതിങ് എൽസ് ഫെൽ ഇൻ ടു മൈ നോട്ടീസ്. ബട്ട് യു ക്രിസ്റ്റഫർ, നിങ്ങളെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഐ മെയ്ഡ് ദിസ് സച്ച് എൻ ഈസി കേസ് ഫോർ എനി കോപ്പ് ടു സോൾവ്. ഇൻ ഫാക്ട്, ഫോർ എ മൊമെന്റ് ഐ തോട്ട് യു ലോക്ക്ഡ് മീ. You knew Shreya would try to hide her affair. Not bad. Really, not bad at all. But the problem is, you are a little slow. I think it's the age, alle. I must admit, if you had me for a day or two more, oru pakshe, my fate would have been different. But what to do? There was a sense of urgency that was set in.
ഐ ഹാഡ് ടു കിൽ ഹിം, ക്രിസ്റ്റഫർ. സ്റ്റെല്ലയ്ക്കുമുപരി അവനായിരുന്നു എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്നത്. ഐ കുഡന്റ് ഹാവ് ടേക്കൻ ദ റിസ്ക് ഓഫ് ലീവിംഗ് എ ലൂസ് എൻഡ്. അത് കഴിഞ്ഞ്, like you said, I made up a story. When it's a crime thriller, a twist is inevitable. I will get you, Arun. I know you can't, but still, come and get me. Evidence ഇല്ലാതെ കനേഡിയൻ ഗവൺമെൻറ് എന്നെ ഒന്ന് തൊടാൻ കൂടെ സമ്മതിക്കില്ല. And all thanks to you, I got rid of the biggest piece of evidence. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇറ്റ് ഓൾ ജസ്റ്റ് ഹാപ്പൻഡ് അല്ലേ? നോ മിസ്റ്റർ ഓഫീസർ, ഇറ്റ് വാസ് വെൽ പ്ലാൻഡ്. നിങ്ങളുടെ സസ്പെൻഷൻ ഉൾപ്പെടെ. വെൽ, ഐ ഹാഡ് ടു മാനിപ്പുലേറ്റ് ഫ്യൂ പീപ്പിൾ ഇൻക്ലൂഡിംഗ് മൈ CM uncle. But yes, it was perfect, isn't it? It was my request to bring you in this case. And for you, it was a way out from your suspension. But somewhere, you were keen in proving me innocent. പക്ഷേ സാർ, മഴയും ഈ കൊലയും തമ്മിലെന്താ ബന്ധം? ശ്രേയ പറയുന്ന സത്യമാണെങ്കിൽ ദീപൻ 12 മണി കഴിഞ്ഞാണ് വീട്ടിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മഴയത്ത് ദീപന്റെ ഷൂസിൽ ചെടി ഉണ്ടായിരുന്നിരിക്കണം. Exactly. You were the main cast in my story. And if it was not for you, this wouldn't have been so exciting. Bye, Mr. Christopher Michelangelo Nicholas. It was lovely meeting you.
decide to reopen the cases against Dr. Arun. And the cases are assigned to you. I saw your word, I was like a candle, but